NSS എന്ന് പറഞ്ഞൊരു മഹാപ്രസ്ഥാനം ഉണ്ടാക്കിയത് കേവലം നായന്മാർക്ക് വേണ്ടിയിട്ടല്ല. മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയത് അതൊരു ഹൈന്ദവ സംഘടനയായിട്ടാണ് ഉണ്ടാക്കിയത്. ഹൈന്ദവ സംഘടനയായിട്ടാണ്. എന്തിനായിരുന്നു നവംബർ 1 തുടങ്ങി, 1924 നവംബർ 1 തുടങ്ങി നവംബർ 12 അവസാനിക്കുന്ന സവർണജാഥ നടത്തിയത്? അന്ന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ ദളിതന്മാർക്ക് നടക്കുവാനുള്ള അധികാരത്തിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് സവർണജാഥ നടത്തിയത്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇത് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിധികളെ നിയന്ത്രിക്കുന്ന ഒരു ഭരണസ്ഥിരാ കേന്ദ്രമായി തന്നെ ഈ പെരിനെ അങ്ങ് മാറി. അതെ, അങ്ങനെ ഒരു ധാരണ അവരിലുണ്ടായി. പിന്നീട് ഇത് പലപ്പോഴും KPCCയുടെ ഒരു സബ് സെൻ്ററായി പ്രവർത്തിക്കാൻ തുടങ്ങി. അല്ല, തങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് അതാത് കാലങ്ങളിലിരിക്കുന്ന NSSൻ്റെ മേലധ്യക്ഷന്മാർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അന്നത്തിന് വകയുണ്ടാക്കുക എന്നതിൻ്റെ താല്പര്യം മാത്രമായി NSS ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന അടിയെക്കുറിച്ച് നമുക്ക് ശങ്കിക്കാനുള്ള, കാരണം ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു അട്ടർ വേസ്റ്റാണ്. അല്ല, ചുരുക്കത്തിലിപ്പോൾ ഉത്തരത്തിലിരുന്ന പത്മശ്രീ കിട്ടിയതുമില്ല, കഷത്തിലിരുന്ന വിശ്വാസികളുടെ പിന്തുണ പോവുകയും ചെയ്തു. ഇതാണ് സുകുമാരൻ നായരുടെ നിലവിലെ അവസ്ഥ.